കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യപ്രാരംഭമായിട്ട് നമ്മൾ കേട്ടത്, ഇന്ന് കർത്താവിനോട്, കർത്താവിന് നമ്മളോട് വ്യക്തിപരമായിട്ട് അറിയിക്കുവാനുള്ള അവിടുത്തെ പ്രേമഹിതം, നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ ഞാൻ എന്നെ തന്നെ ജീവബലിയായി നൽകുന്നതിന് നമ്മൾ പാടി. കർത്താവ് പോയ വഴി, കർത്താവിന് വൺ ലൈൻ ഓട്ടോബയോഗ്രഫി എന്ന് സാഗ്ബർ അത് പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെയാണോ, അതോ അത് ശരിക്കും അങ്ങനെ തന്നെയാണോ? എന്താ യോഹന്നാൻ 6:38 വേറെ പറയാറുണ്ട്, യേശു കർത്താവിന്റെ വൺ ലൈൻ ഓട്ടോബയോഗ്രഫി ആണെന്ന് പറയാം. ബയോഗ്രഫി ഉണ്ട്, ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതിന്റെ വ്യത്യാസം എന്താ? ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുന്നത്? ജീവചരിത്രം. ഓട്ടോബയോഗ്രഫി ആത്മകഥ. അപ്പൊ ഓട്ടോ 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 എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. നമ്മുടെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ കാലുകൊണ്ട് ചവിട്ടി ഓടുന്ന റിക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന റിക്ഷയാണ് ഓട്ടോറിക്ഷ ആയി തീർന്നത്. ഓട്ടോ അത് തന്നെ. അപ്പൊ ഓട്ടോ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ. ഒരാൾ സ്വയമായിട്ട്, ഇപ്പോ എന്റെ ജീവിതത്തെ കുറിച്ച് വേറൊരാൾ എഴുതുവാണെങ്കിൽ അത് ബയോഗ്രഫി, ഞാൻ തന്നെ എഴുതുവാണെങ്കിൽ അത് ഓട്ടോബയോഗ്രഫി. അപ്പൊ യേശു കർത്താവ് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫി എന്ന് സാഗ്ബർ അങ്ങനെ വേറെ ഒരു കാവ്യരൂപേണ അങ്ങനെ പറഞ്ഞായിരിക്കാം എന്ന് നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനല്ല. ശരിക്കും പറഞ്ഞാല് ഇത് ശരിക്കും ഒരു വൺ ലൈൻ ഓട്ടോബയോഗ്രഫി തന്നെയാണ്. ഇപ്പൊ സാഗ്ബർ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം താഴ്മയാണ്, താഴ്മയാണ്, താഴ്മയാണ് എന്ന്. അപ്പൊ ഞാനത് അത് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ വിശ്വാസത്തിലേക്ക് വന്ന് ആദ്യം തന്നെ CFC ചർച്ചിലോട്ട് വരുന്നത്. അപ്പൊ അന്ന് ഒരു പേരിന്റെ മെസ്സേജസ് ആദ്യമൊക്കെ ഓഡിയോ കാസറ്റില്, പിന്നീട് പിന്നെ കോട്ടയത്ത് വെച്ചും ബാംഗ്ലൂർ വെച്ചൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അപ്പം അതൊരു താഴ്മയാണ് വേറത്. പിന്നെ എന്റെ ജീവിതത്തിൽ തന്നെ പല ഒരു നുറുക്കത്തിന്റെ വലിയ ഒരു അല്ലാതെ ഒരു കഷ്ടത്തിന് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളിലേക്ക് ദൈവം കടത്തി വിടുമ്പോഴൊക്കെയാണ്, അതിലൂടെയൊക്കെ ആ ഒരു നുറുക്കപ്പെടുമ്പോൾ ഉള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോഴാണ് ശരിക്കും എനിക്ക് കത്തിയത്. അതൊരു വെളിപ്പാടായിട്ട് മാറിയത്. അതൊരു ശരിയാണത്. ശരിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം താഴ്മയാണ്. മറ്റേത് സാഗ്ബർ പറയുന്നു അത് രഹസ്യം താഴ്മയാണ്, അത്ര. പക്ഷെ ഇപ്പൊ ഞാനും പറയുന്നു അത് ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം താഴ്മയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെയും ആ ഒരു താഴ്മയുടെ കാര്യം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:38 എല്ലാവരും എടുത്തോ. എന്താ നമ്മളവിടെ എഴുതി? കർത്താവ് തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് അനേകര് കർത്താവിനെ തിരക്കിയൊക്കെ വരുമ്പോ കർത്താവ് പല കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ട് പറയുവാണ്. 38-ാമത്തെ വാക്യം, ഞാന് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അത് എങ്ങനെ ഒരു വൺ ലൈൻ ഓട്ടോബയോഗ്രഫി ആയിട്ട് മാറാൻ പറ്റും എന്ന് വെച്ചാൽ, കർത്താവിന്റെ ജീവിതത്തിന്റെ ആകെത്തുക അതാണ്. എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസവും ഞാനൊരു സഹോദരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടത്തേക്ക് എന്തോ ആണോ കർത്താവേ എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഇഷ്ടം, അതെല്ലാം അവിടുന്ന് അങ്ങ് നിറവേറ്റണം. അല്ലാതെ എന്റേതായിട്ടുള്ള പല ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ പല കാര്യങ്ങളോ ഒക്കെ ദൈവം ഇങ്ങനെ പ്രാർത്ഥന ആൻസർ ചെയ്താൽ നല്ലതായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരു സൗഖ്യം കിട്ടിയാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കാര്യത്തിലൊരു നീക്കുപോക്ക് വന്നാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇൻസ്റ്റന്റ് ഓർഡർ, സ്വിഗ്ഗി സൊമാറ്റോ, പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നു, ഇത്ര മണിക്കൂറിൽ ഇത്ര സമയത്തിന് ഇത്ര മിനിറ്റിനുള്ളിൽ ഇപ്പൊ കിട്ടണം, അല്ലെങ്കിൽ ഫൈനോ ഇതെന്തൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എല്ലാ കാര്യത്തിലും കർത്താവേ അവിടുത്തെ ഒരു ഇഷ്ടം. കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ തന്നെ ഒരു വിശ്വാസിയായിട്ടുള്ളൊരു ആളോട് കൗൺസിൽ ചെയ്യുമ്പോൾ, അല്ല പുള്ളി ശ്രീ പറഞ്ഞ വിശ്വാസി അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ആരാന്ന് പെട്ടെന്ന് ഓർമ്മ. പക്ഷെ ഇന്നലെ തന്നെ ഒരാള്, പുള്ളിക്കാരനാണെങ്കിൽ ചെറുപ്പക്കാരനാ. അപ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇത് സംഭവിക്കുക, അങ്ങനെ സംഭവിക്കുവോ, കോവിഡിന്റെ കാലമൊക്കെ വന്നതിന് ശേഷം പുള്ളിക്ക് ഭയങ്കര ആകുല ചിന്തകളും ഭയങ്കര ടെൻഷൻ, വെപ്രാളം, എല്ലാത്തിലും പിന്നെ അങ്ങ് ശരിക്കും ഉറക്കമില്ല, ഇപ്പോഴും അങ്ങനെ ഒരു മനസ്സിന് സമ്മർദ്ദവും ബാക്കി കാര്യങ്ങളും. അപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ശരിക്കും ആരോട് എക്സാക്ട്ലി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇന്നലെ തന്നെ പറഞ്ഞത് എന്റെ ഓർമ്മ. അപ്പൊ
ഞാൻ ചോദിച്ച ഇപ്പം ദൈവവിശ്വാസമൊക്കെ ഉള്ള ആളാണ് മനസ്സിലായി എന്തെങ്കിലും ഏതെങ്കിലും ഒരു എല്ലാ അപ്പൊ എനിക്ക് അങ്ങനെ അത് എല്ലാ മൂന്ന് ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ 30 ദൈവങ്ങളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് ദൈവങ്ങൾ അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാം അതൊക്കെ എല്ലാത്തേക്കും ദൈവം വിശ്വസിക്കുന്ന ആളാ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാത്തിലുപരി അപ്പൊ എല്ലാത്തിലുപരി ശക്തി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് പുള്ളിക്കാരനോട് പറഞ്ഞു വെച്ചാൽ ഈ ആകുല ചിന്തയുടെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചോണ്ടൊക്കെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിച്ചോണ്ടൊക്കെ കാര്യങ്ങൾ നടക്കണം, മൈ വിൽ, എന്റെ ഇഷ്ടം, എന്റെ പ്ലാൻ, എന്റേതായിട്ടുള്ള ചില പ്രതീക്ഷകള്, ചില ഡിമാൻഡ്സ്, ചില ആവശ്യങ്ങള്, ചില കാര്യങ്ങള്. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ടെൻഷനും, അത് നടക്കുവോ, അങ്ങനെ ആവുമോ, ഇതിങ്ങനെ ആവുമോ, മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യുവോ, അത് പാര വെക്കൂ, അങ്ങനെ ചെയ്യുവോ, അത് ചെയ്യുവോ. പക്ഷെ ഞാൻ പറഞ്ഞു അപ്പൊ ക്രൈസ്തവനായിട്ടുള്ള ആ സഹോദരനോട്, പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, ഞാൻ വേറൊന്നും അല്ല പറയുന്നത്, എന്താ എല്ലാത്തിനും മീതെയുള്ളൊരു ശക്തിയുണ്ട്, ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം. ആ സൃഷ്ടിച്ച ദൈവം അറിയാതെ അനുവദിക്കാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ? വിതൗട്ട് ദ സോവറിൻ കൺട്രോൾ ആൻഡ് പെർമിഷൻ ഓഫ് ദ ലോഡ്. ഞാൻ ഈ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ റീഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് സംഭവിക്കും, അതെന്തായി തീരും, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് പറയും, അതൊരു നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ജഡത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത. അത് ഭയങ്കര ആകുല ചിന്തകൾ, ഭയങ്കര ടെൻഷനും സമ്മർദ്ദം. വിശ്വാസികളായിരിക്കും പക്ഷെ ഭയങ്കര സ്ട്രെസ്സാണ്, ടെൻഷനാണ്, അയ്യോ എന്താവോ, അതെന്താവും, അതാണ് നാളെ പരീക്ഷ, അല്ലെങ്കിൽ അത് ഇന്റർവ്യൂ, പക്ഷെ അത് കാര്യങ്ങൾ, ഇക്കാര്യങ്ങള്. പക്ഷേ ഞാൻ ആ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗിൽ ഞാൻ മുമ്പ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, പല സി പറയുന്ന കൂട്ടത്തില് ഒരു സി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാസ്റ്റ് യുവർ ബർഡൻസ്. ആദ്യത്തെ സി എല്ലാം ഭാരവും ദൈവത്തിന്റെ മേലിട്ട് കൊടുക്കുക. രണ്ടാമത്തെ സി കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ദൈവം എന്തെല്ലാം നന്മകൾ ചെയ്തു എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ പറയുന്നൊരു സി എന്ന് പറഞ്ഞാൽ സോവറിൻ കൺട്രോൾ ഓഫ് ദ ലോഡ്. സി കൺട്രോൾ, സോവറിൻ കൺട്രോൾ, ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലാണ്. ആ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ, അതായത് ദൈവത്തിന്റെ അറിവോ അനുവാദമോ കൂടാതെ ദൈവത്തിന്റെ ഹിതപ്രകാരം എല്ലാം നടക്കുന്ന, നമുക്ക് പറയാൻ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ദൈവത്തിന്റെ ഹിതമല്ല. ദൈവ മക്കളുടെ ജീവിതത്തിൽ തന്നെ ദൈവഹിതപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വളരെ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതം അതുപോലെ നിറവേറുന്നത്. എന്നാൽ ലോകത്ത് നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതപ്രകാരം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന് പെർഫെക്റ്റും ഇല്ലല്ലോ, പക്ഷെ ദൈവത്തിന് പെർമിസീവ് ഇല്ല എന്ന് പറഞ്ഞാല്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ ഹിതമല്ല, പക്ഷെ ദൈവം അനുവദിച്ച ഒരു ഹിതമാണ് പെർമിസീവ് വിൽ എന്ന് പറഞ്ഞാല്. ഇസ്രായേലിന് പെർഫെക്റ്റ് വില്ല്, പെർമിസീവ് വില്ലിന് എക്സാമ്പിൾ ആയിട്ട് വിക്ടർ ബേർ എന്ന് പറഞ്ഞ, എനിക്ക് തോന്നുന്നു സാക് ബേർ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. ഒരു ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്നെ രാജാവായിരിക്കണമെന്നായിരുന്നു അവരുടെ ദൈവത്തിന് അവരെ കുറിച്ചുള്ള പരിപൂർണ്ണ ഹിതം. പക്ഷെ അവര് കിടന്ന വാശി പിടിച്ച് ഞങ്ങൾക്ക് രാജാവിന് വേണ്ട, ഞങ്ങൾക്ക് രാജാവിന് വേണ്ട, അവിടുത്തെ ഉള്ള ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് വലിയ രാജാവും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം രാജാവായെന്ന് ചോദിക്കുമ്പോൾ ആരെയും ഒന്ന് ചൂണ്ടിക്കാണിക്കല്ലേ, അത് ആരോ എവിടെയോ ഞങ്ങളെ മിസ്രൈമിൽ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച ആ ദൈവമാണെന്നൊക്കെ ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പ്രൈം മിനിസ്റ്റർ ഓഫ് എല്ലാവരും GK ജനറൽ നോളജിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ന രാജ്യം, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പേര് എഴുതാനുണ്ട്. ഞങ്ങൾ ഈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പേരൊന്നും എഴുതാനില്ല, അല്ല പ്രൈം മിനിസ്റ്റർ കിങ് രാജ്യം. അപ്പൊ ഞങ്ങൾക്ക് ഒരു രാജാവിന് വേണം, ഇങ്ങനെ ദൈവം രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരാളെ വേണം, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ശമൂലിനോട് വാശി പിടിച്ചപ്പം ദൈവം അനുവദിച്ചു കൊടുത്തു ശൗൽ രാജാവ്. പിന്നെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെയൊക്കെ ദൈവം രാജാവാക്കി. പക്ഷെ ദൈവത്തിന് പെർഫെക്റ്റും ഇല്ലായിരുന്നു, അല്ല പെർമിസീവ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു എന്ന് വെച്ചാൽ ദൈവം പല ജീവിതം, നമ്മുടെ പല കാര്യങ്ങളും ശരിയാണ്, ചിലപ്പോൾ നമ്മളുടെ തന്നെ വീഴ്ചകൾ കാരണം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ കാണും, നമ്മുടെ തന്നെ പരാജയങ്ങളും, നമ്മുടെ തന്നെ അനുസരണക്കേടോ, നമ്മുടെ തന്നെ മത്സരവോ, നമ്മുടെ തന്നെ മണ്ഡതരവോ ഒക്കെ കാരണം ദൈവത്തിന് ആലോചന ഉപയോഗിക്കാതെ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും കൊണ്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോ അതിന്റെയൊക്കെ മധ്യത്തില് ദൈവത്തിന്റെ ഉപായം അവിടുന്ന് അറിയാതെ, ശരിയാണ് ചിലപ്പോൾ നമുക്കൊരു വീഴ്ച, ഒരു പരാജയം, ഒരു വീഴ്ച, നമ്മളൊരു പാപത്തിൽ വീണുപോയി തന്നെ ഇരിക്കട്ടെ. പക്ഷെ ദൈവത്തിന് ഇപ്പൊ ചിലപ്പം ഒരു പാപത്തിൽ വീണുപോയി, ഇനിയിപ്പോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം നമ്മളെ അറിയാതെ അനുവദിക്കാതെയാണോ ആ വീഴ്ച സംഭവിച്ചത്? ദൈവത്തിന് ഹിതമില്ലായിരുന്നു വീഴണമെന്നുള്ളത്. ദൈവത്തിന് ഹിതം ഓഫ്കോഴ്സ് നമ്മളെ പാപത്തെ ജയിക്കണം തന്നെ. പക്ഷെ ദൈവം അനുവദിച്ചു. പത്രോസ് തള്ളിപ്പറയണം എന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ദൈവം അത് മുന്നേ കട്ടെ ദൈവം അനുവദിച്ചു എന്ന് പറയുന്നത് പോലെ സോവറൻ കൺട്രോൾ ആൻഡ് നോളജ് ആൻഡ് പെർമിഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വലിയൊരു
പരമാധികാരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലും അറിവിനും അനുവാദത്തോടു കൂടിയാണ് എന്താ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ കാര്യമായിരിക്കും, മരുമക്കളുടെ കാര്യമായിരിക്കും, കൊച്ചുമക്കളുടെ കാര്യമായിരിക്കും, അയൽപക്കത്തുകാരുടെ കാര്യമായിരിക്കും, നമ്മുടെ ചില ബന്ധുക്കള്, ചിലപ്പോൾ അമ്മായിയമ്മ, നാത്തൂന്, അളിയന്, പിന്നെ ഇൻലോസ്, അവരൊക്കെയാണല്ലോ പലരുടെയും ജീവിതത്തിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇരിക്കുന്നത്. വ്യക്തിബന്ധത്തെക്കാട്ടിലും കൂടുതൽ ഇൻലോസ് ആയിരിക്കും. ഇൻലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ മദറിലോ, ഫാദറിലോ, അമ്മായിപ്പൻ, ബ്രദറിലോ, സിസ്റ്ററിലോ, നാത്തൂന്, അളിയന്, കോ ബ്രദർ, കോ സിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു മേ ബി റബ്ബിങ് ഓൺ ദ റോങ് വേ, നമ്മളെ റബ്ബിങ് ഓൺ ദ റോങ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ചൊറിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ കർത്താവിന്റെ ഓൺലൈൻ ഓട്ടോബയോഗ്രഫിയിലോട്ട് നമ്മൾ വരുക. കർത്താവിന്റെ ജീവിതം ഏറ്റവും സന്തോഷപരിപൂർണവും ആനന്ദ പൂരിതമായതിന്റെ, ഞാൻ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത്, സന്തോഷപൂർവ്വം, ആനന്ദപൂർവ്വം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഫുൾ ഓഫ് ജോയ് ആയതിന്റെ കാരണം എന്താ? ഞാൻ ഏതെങ്കിലും ഒരു കട്ടിയുള്ള മലയാളം വാക്ക് പറയുമ്പോഴത്തേക്ക് എനിക്ക് പേടി വെച്ച് മിതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ അച്ഛാ വാട്ട് ഈസ് ദ സന്തോഷപൂരിതം അവരത് എഴുതി വെച്ചാൽ സോ ഹാപ്പി ദാറ്റ് ഡു ദാറ്റ്. പൂരിതം എന്ന് പറയാൻ നിറഞ്ഞത്, സന്തോഷം നിറഞ്ഞതായിട്ടുള്ള അതുപോലെയുള്ള ആ ഒരു കർത്താവിന് വളരെ ഏറ്റവും ഏറ്റവും സ്വസ്ഥതയോടെ, ഏറ്റവും സാഫല്യത്തോടെ, സാഫല്യം എന്ന് പറഞ്ഞാൽ ഫുൾഫിൽമെന്റോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കപ്പെട്ട ജീവിതം ഏതായിരുന്നു? യേശുവിന്റെ ജീവിതമായിരുന്നു. ഏറ്റവും ചേതോഹരമായ ജീവിതം. ചേതോഹരം എന്ന് പറഞ്ഞ മനസ്സിനെ ഹരിക്കുന്നത്, ചില മനസ്സിനെ ആകർഷിക്കുന്നത്. ചേതോഹരം എന്ന് പറഞ്ഞ മനോഹരം, മനസ്സിനെ മതിക്കുന്നത്, മനോഹരം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഭൂമിയിൽ. അത് ശരിക്കും നമ്മളത് കണ്ടിട്ടുണ്ടോ? അതോ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം എന്തോ നമ്മുടെ ഫുട്ബോൾ കളിക്കാരുടെയാണ്? ഇപ്പൊ ആരാ പുതിയ ഹോളണ്ടോ ഏതാണ്ടൊക്കെ പേരൊക്കെ ഹാലണ്ടോ ഒക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഏറ്റവും ചേതോഹരമായ ജീവിതം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആണോ, അതോ അമിതാഭ് ബച്ചന്റെ ആണോ, മമ്മൂട്ടിയുടെ ആണോ? ദേശീയ പുരസ്കാരം കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. പക്ഷേ ഞാൻ അവരാരും കല്ലറയിലും കുറ്റപ്പെടുത്താനൊന്നുമല്ല. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കപ്പെട്ട നമുക്ക് അതൊരു നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അതിനായിട്ടൊരു ദാഹവും വാഞ്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ. യേശുവിന്റെ ജീവിതമാണ്. യേശുവിന്റെ ജീവിതം, അതൊരു ഇഷ്ടമായിട്ടൊരു കഷ്ടത, കർത്താവ്, അയ്യോ എനിക്ക് അങ്ങനൊന്നും വേണ്ട, അങ്ങനെ ഒരു ഇതാണോ? അതോ മറിച്ച് ഡു യു റിയലി ലുക്ക് അപ് ടു ജീസസ് ലൈഫ്? യേശുവിന്റെ ജീവിതം, കർത്താവേ ഏറ്റവും ആനന്ദത്താൽ അഭിഷിക്തനായിരുന്നു, ആനന്ദ തൈലത്താൽ അഭിഷിക്തനായി. യൂസ് അനോയിന്റഡ് വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. എവിടെ പറയുന്നേ? എബ്രായർ 1:9 പറയുന്നുണ്ട്. എബ്രായർ 1:9 he was anointed with oil of gladness എന്ന് പറഞ്ഞാൽ ആനന്ദ തൈലത്താൽ. എഴുതി വെക്കാം. എബ്രായർ 1:9. അത് സങ്കീർത്തനം 45 എന്നുള്ളൊരു ഉദ്ധരണിയാണ്. അതായത് ആ ബ്രൈഡൽ സാമിനെ കുറിച്ച്, ബ്രൈഡൽ സാം, മണവാട്ടിയുടെ സങ്കീർത്തനമാണ് ഇത്. 45-ാം സങ്കീർത്തനം. ആ 45-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് അവിടെ എബ്രായർ 1:9 അവിടെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനിലൂടെ എഴുതുമ്പം ശരിയാണ്. കർത്താവിന്റെ ജീവിതം മാൻ ഓഫ് സോറോസ്, വ്യസനപാത്രമായിരുന്നു കർത്താവ്. അതേ വ്യസനപാത്രമായിരുന്നു ഏശയ്യാവ് 53:2-3 വാക്യങ്ങളിൽ നമ്മൾ വ്യസനപാത്രം, യൂസ് മാൻ ഓഫ് സോറോസ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ശരിയാണ്, കർത്താവിന്റെ ജീവിതത്തിൽ ഒത്തിരി നമ്മൾ പുറമേ നിന്ന് ഏശയ്യാവ് ആ ഒരു പ്രവാചക ദർശനത്തിലൂടെ പുറമേ നിന്ന് നോക്കിയപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവിനെ തന്നെ മാൻ ഓഫ് സോറോസ് എന്ന് വിളിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ 45-ാം സങ്കീർത്തനം എഴുതുമ്പം അതിന്റെ 9-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 45-ന്റെ 6-ാമത്തെ വാക്യമാണ്. 45-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹി വാസ് അനോയിന്റഡ് വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് അബവ് ഹിസ് കമ്പാനിയൻസ്. ബാക്കി ഈ ഭൂമിയില് ബാക്കി കൂട്ടുകാരിൽ പരം ആനന്ദ തൈലത്താൽ, നമ്മൾ പല പാട്ടിലൊക്കെ പാടുന്നു, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലത്താൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. അത് എവിടുന്ന ഈ വാക്യങ്ങളിൽ നിന്ന് വരുന്നത്? കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെയുള്ളവരിന് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളവരിലേക്ക് വെച്ച് ഏറ്റവും അധികം സന്തോഷത്തിന്റെ തൈലം. അതാണ് ഈ സന്തോഷത്തിന്റെ തൈലം. ഏതെണ്ണയാ? വെളിച്ചെണ്ണയാണോ, നല്ലെണ്ണയാണോ, അതോ ഒലിവ് ഓയിലാണോ? ഏത്? പരിശുദ്ധാത്മാവാകുന്ന എണ്ണ. പരിശുദ്ധാത്മാവിനെ എണ്ണയോടാണ് വചനത്തിലുടനീളം അത് ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവാകുന്ന ആനന്ദ തൈലം, ആ ആനന്ദ തൈലത്താല് ഏറ്റവും അധികം ഈ ഭൂമിയിൽ ഏറ്റവും അധികം സന്തോഷത്തോടെ, ഇപ്പൊ ഇന്ന് യുവാക്കളൊക്കെ സന്തോഷം ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് പെട്ടെന്ന് സന്തോഷം കിട്ടാൻ വേണ്ടി അവർ MD MA, പണ്ട് നമ്മൾ MD എന്ന് MA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിലർ MA പാസ്സായി, ചിലർ MD പാസ്സായി. MD MA രണ്ടും കൂടെ ഒരുമിച്ച് പാസ്സായി അവരെ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ
പാവങ്ങള് അവര് ആ നരകത്തിലേക്കുള്ള വഴിയില്ല മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ പോകുന്നത് എന്നുള്ള കാര്യം. MDMA LSD അവർക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടണം. എക്സ്റ്റസി എന്നുള്ള വാക്കി നിർത്തുന്ന തന്നെ ഒരു വലിയ പരമാനന്ദം എന്നൊക്കെ ആ വാക്കി നിർത്തുന്ന. എക്സ്റ്റസി എന്നൊക്കെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാൻ പേടിയെന്ന് വെച്ചാൽ ഇവർ ഇതിനൊക്കെ അങ്ങനെയുള്ള പേരൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഈ മയക്കുമരുന്നിന്റെ പേരൊക്കെ ഇത് ഓരോന്നൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ അപ്ഡേറ്റഡ് ആയിലേക്ക് ചില ന്യൂജൻ പിള്ളേർക്ക് ചില ഭാഷകളൊക്കെ നമ്മളെ ഇവരുടെ ഒക്കാബിലറി ഇങ്ങനെയൊക്കെ ചില പുതിയ വാക്കുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഓരോന്ന് പറയുമ്പോഴാണ് ഞങ്ങളൊക്കെ ഇത് വേറൊരു അർത്ഥത്തിലായിരുന്നു നമ്മൾ സാധാരണ മനസ്സിലാക്കിയത്. അപ്പം ഇപ്പോഴത്തെ പിള്ളേർ വേറൊരു അർത്ഥത്തില് വേറെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതുപോലൊക്കെയുള്ള ഭയങ്കര ആനന്ദം, സന്തോഷം, അതിനായിട്ട് പെട്ടെന്ന് സന്തോഷം കിട്ടാൻ വേണ്ടി ഒരു പെട്ടെന്ന് കിക്ക് കിട്ടാൻ വേണ്ടി മദ്യത്തിലോട്ട് പോകുന്നു, പുകയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളാരും സംസാരിച്ച് അങ്ങനൊന്നും പോകുന്നില്ലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവരുടെ അംഗീകാരം അതിലായിരിക്കും നമ്മളുടെ എന്റെ ഉള്ളത്തിന് ആനന്ദമേ എല്ലാവരും എന്നെ നന്നായിട്ട് പറയണം, എല്ലാവരും എന്നെ കുറിച്ച് ഏറ്റവും നല്ല സഹോദരൻ, ഏറ്റവും നല്ല സഹോദരി, ഏറ്റവും ആത്മീയനായ ബ്രദർ, ഏറ്റവും ആത്മീയയായ സഹോദരി, എന്നെ കുറിച്ച് എല്ലാവരും എന്റെ ബന്ധുക്കളോ എന്നെ കുറിച്ച് എല്ലാവരും ഭയങ്കര മതിപ്പായിരിക്കണം. അതായിരിക്കും നമ്മുടെ ഐഡൽ, ആ ഒരു മാൻസ് ഓണർ. അവിടെ ശരിക്കും പറഞ്ഞാൽ അതാ നമ്മുടെ സെൽഫ് വിൽ, നമ്മുടെ ആ സ്വന്തം ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം കർത്താവിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എന്താ പറയുന്നേ? എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് ദൈവമല്ലേ, ദൈവത്തിന് എന്തോ സ്വന്തം ഇഷ്ടം എന്ന് നമുക്ക് തോന്നാം. എന്താ അത് പലപ്പോഴും നമ്മളെപ്പോഴും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, യേശു കർത്താവ് ദൈവത്തിന്റെ വചനമാണ് ജഡമായി തീർന്ന ഒരു മാംസമുള്ള ഒരു ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത്. യേശു കർത്താവ് ദൈവത്തിന്റെ വചനമായിട്ട്, പിതാവിന്റെ വചനമായിട്ട് നിത്യത മുതൽക്കേ ആയിരിക്കുന്ന സമയത്ത് പിതാവിന്റെ ഇഷ്ടവും ഈ വചനമാകുന്ന യേശുവിന്റെ ഇഷ്ടവും ഒന്നായിരുന്നു. അവിടെ എന്റെ ഇഷ്ടം തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവിടെ യേശു കർത്താവ് പറയും. എന്നുവെച്ചാൽ എന്താ, പിതാവിന്റെ ഇഷ്ടവും യേശുവിന്റെ ഇഷ്ടം ഒന്നായിരുന്നു. എന്നാ മറിയത്തിന്റെ ഉദരത്തില് ഈ വചനം ഒരു മാംസമായി തീർന്നു, ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ഒരു ഫ്ലഷ്, ഒരു ഹ്യൂമൻ ഫ്ലഷ്, ഒരു മനുഷ്യ ശരീരം എടുത്തു. അങ്ങനെ ഒരു കുഞ്ഞായിട്ട് പിറന്നു. ആ കുഞ്ഞ് അതിന്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കാവുന്ന പ്രായം, അതിന്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു അറിവായി വരുന്നു. എന്താ പരിശുദ്ധാത്മാവിനാൽ ഉരുവായവനാണ് ആര്? യേശു കർത്താവ്. അപ്പം കർത്താവിന് എന്തുണ്ടായിരുന്നു? ഈ മനുഷ്യനായിട്ട് കർത്താവ് ഒരു ഭൂമിയിൽ ഒരു കുഞ്ഞായിട്ട് മനുഷ്യനായിട്ട് പറഞ്ഞപ്പോൾ കർത്താവിന് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിപരീതമായിട്ട് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വന്തം ഇഷ്ടം കർത്താവ് എപ്പോഴും പിതാവിന് അടിയറവ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിതാവിനോടുള്ള കൂട്ടായ്മയില് യേശു വളർന്നത്, ജീവിച്ചത്, ആനന്ദതയിലതല്ല അഭിഷിക്തനായിട്ട് നടന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാല് യേശുവിന്റെ ജീവിതത്തില് ഒരു ജഡമാകുന്ന തിരശ്ശീല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മറയ്ക്കുന്നതാണ് തിരശ്ശീല, ജഡമാകുന്ന തിരശ്ശീല. എന്നാൽ യേശുവിന്റെ ജീവിതത്തിൽ ആ ജഡമാകുന്ന തിരശ്ശീല ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ ജഡമാകുന്ന തിരശ്ശീല കർത്താവ് ചിന്തയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പൊ കർത്താവ് പരിശുദ്ധാത്മാവിനെ ഒഴിവായതുകൊണ്ട് കർത്താവിന് നമ്മളെപ്പോലെ തന്നെ പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നിരിക്കുകയോ അല്ലെങ്കിൽ കർത്താവിന് വീണ്ടും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിൽ തന്നെ ജനിച്ചത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാണ് ജനിക്കുന്നത്. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവിൽ തന്നെ ഒരുമായതുകൊണ്ട് കർത്താവിന് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിതാവിൽ നിന്ന് തന്നെ വേർപിരിക്കാവുന്ന, ഒരിക്കലും വേർപെട്ടില്ല, എന്നാൽ വേർപെട്ടത് ക്രൂശിന് മാത്രമേ ഉള്ളൂ, വേർപിരിക്കാവുന്ന ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. തന്റെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള കർത്താവിന്റെ ഒരു ഫസ്റ്റ് ചോയ്സ്, അതിപ്പോ എത്ര മാസത്തിലാന്ന് എത്ര വയസ്സിലാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അത് പുസ്തകത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവിനോട് ചോദിക്കാം, അത് ഏർലിയസ്റ്റ് ചോയ്സ് എപ്പോഴായിരുന്നു, എത്ര മാസമായിരുന്നു, എപ്പോഴാണ്, എത്ര വയസ്സായിരുന്നു, എപ്പോഴാണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള കർത്താവിന്റെ ആ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അപ്പൊ മുതലേ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് സ്വന്തം ഇഷ്ടത്തെ അങ്ങ് അടിയറവ് പറഞ്ഞതുകൊണ്ട് യേശുവും പിതാവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, യേശു ഇവിടെ ഭൂമിയിൽ കുഞ്ഞായിട്ട് പറഞ്ഞെങ്കിലും ഒരിക്കലും അത് വിച്ഛേദിക്കപ്പെട്ടില്ല. മാത്രമല്ല കർത്താവ് ഓരോ സമയത്തും തന്റെ ജീവിതത്തില് ഈ ജഡമാകുന്ന തിരശ്ശീലയിൽ ഓരോരോ സ്റ്റിച്ചായിട്ട് ചിന്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഫൈനൽ സ്റ്റിച്ചും അവിടെ ക്രൂശില് ആയിരുന്നു. ആ ഏറ്റവും അവസാനത്തെ തിരശ്ശീലയുടെ അവിടുത്തെ അവസാനത്തെ സ്റ്റിച്ചും വേർപെടുന്നത്. അപ്പോഴേക്കും എന്ത് പറഞ്ഞു? ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. നമ്മൾ ആ വാക്യം നമുക്കറിയോ, മത്തായി 27 അധ്യായത്തില് അത് അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നതും തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് ചീന്തപ്പെടുന്നതും ഒക്കെ നമ്മളവിടെ അതിന്റെ ആ ഒരു പ്രതീകം. പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും
പുതിയ നിയമത്തിലെ കാര്യങ്ങളുടെ ഒരു നിഴലായിരുന്നു എന്നുള്ളത് അതൊരു വളരെ ഒരു മനോഹരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. പഴയ നിയമത്തിലെ ആ ദേവാലയത്തിലെ തിരശ്ശീല മത്തായി 27-ന്റെ 50, 51 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അവിടെ 50-ാമത്തെ വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. നമ്മളത് യോഹന്നാൻ 19 കമ്പയർ ചെയ്ത് വായിക്കും. യോഹന്നാൻ 19 കർത്താവ് അവിടെ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നുണ്ട്, എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് 51-ാമത്തെ വാക്യം, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ആ മന്ദിരത്തിലെ തിരശ്ശീല കർത്താവിന്റെ ദേഹമാകുന്ന തിരശ്ശീല എന്ന സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ പൂർണ്ണമായും തെറ്റാണ്. എന്താണ് തന്റെ ജഡമാകുന്ന തിരശ്ശീല എന്നാണ് അവിടെ ഇബ്രായർ 10-19-20 വാക്യങ്ങളിൽ വേണ്ടത്. നമ്മൾ അതെന്താ ഇത്ര ജഡവായി എന്തോ ഇത്ര അക്ഷരത്തെ പിടിക്കുന്നു, അക്ഷരം കൊല്ലുന്ന പേരെ ആത്മാവ് ജീവിപ്പിക്കുന്നു, 2-3-6 സഹോദരൻ അറിയത്തില്ല എന്ന് ചോദിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ഏറ്റവും പ്രായോഗിക ജീവിതത്തില് ഏറ്റവും. അതായത് ഇത് മനസ്സിലാക്കുന്നതിനേക്കാട്ടിലുപരി ഇപ്പൊ ഇത് മനസ്സിലായില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പം തോമസ് കുട്ടി ബ്രദർ തന്നെ പറഞ്ഞപ്പോൾ എല്ലാം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില അധികാരങ്ങളെ ദൈവം നമ്മളുടെ മേലാക്കി വെക്കുന്നു. ഇപ്പൊ നമ്മൾ ചർച്ചിലെ എൽഡറായിരിക്കും അതുപോലെ ഒരു വല്ലാത്തൊരു ഇത്ര ഒരു വരട്ട സ്വഭാവമുള്ള ഒരു സഹോദരനാണല്ലോ എന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൽഡറായിട്ട് കിട്ടുന്നത് നിങ്ങളാരും പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ എത്ര ആത്മീയനായ സഹോദരനാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ മേലെയുള്ള സഹോദരങ്ങൾ അവരാരും പൂർണ്ണരല്ല. അപ്പോ ചില കാര്യങ്ങളിൽ ഈ സഹോദരനെ ഇങ്ങനെ ചെയ്താലും നല്ലതായിരുന്നു, അത് അങ്ങനെ ചെയ്യണമായിരുന്നു, അത് ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യാൻ നമുക്ക്. പക്ഷെ അവിടെ നമ്മളവിടെ കർത്താവേ ഞാനങ്ങ് കീഴടങ്ങും, എന്റെ ഇഷ്ടമൊന്നും വേണ്ട, ഇവിടെ ഈ തിരശ്ശീല അവിടുത്തെ വചനമാകുന്ന വാള് വെച്ച് കർത്താവേ അവിടെ നിന്ന് ചിന്തിയാട്ടെ. ഒരു കാര്യത്തിലും അതായത് കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് അപ്പനും അമ്മയും യോസേഫും മരിയയും വളരെ ആത്മീയരായ അന്ന് ഇസ്രായേലിലേക്ക് വെച്ച് വളരെ ആത്മീയരായ ദമ്പതികളായിരുന്നു ആര്, യോസേഫും മറിയും. എങ്കിലും അവര് പൂർണ്ണരായിരുന്നോ? ഒരിക്കലും ആയിരുന്നില്ല. അവര് അമലോത്ഭവം അറിയൊന്നും ആയിരുന്നില്ല. കത്തോലിക്കര് പറയുന്നത് തന്നെ അവര് സാധാ ഉത്ഭവം അറിയുന്നുണ്ടായിരുന്നു. സാധാരണ ദൈവത്തെയായ താഴ്മയുള്ള വളരെ ദൈവമുള്ള ഒരു സഹോദരിയായിരുന്നു. എന്നാൽ അവൾ പൂർണ്ണമായിരുന്നില്ല. അവർക്കും ഓഫ്കോഴ്സ് ആ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ ആ ഒരു മെൻസസ് ഒക്കെ അടുത്തെത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ മെനോപോസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ, അതായത് ആർത്തവവിരാമമൊക്കെ വരുന്ന സമയത്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അതുപോലെ സാധാരണ ഒരു സഹോദരിയായിരുന്നു. അപ്പൊ അതുപോലുള്ള പല സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു ആര്, മരിയ. അപ്പൊ അതിൻ്റെതായ പല രീതിയിലുള്ള പല കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഒരിക്കൽ പോലും തന്റെ അപ്പനെയോ അമ്മയോ ഒന്ന് വിധിച്ചില്ല ആര്, കർത്താവ്. എത്ര വലിയൊരു സ്റ്റാൻഡേർഡ് അല്ലേ നമുക്ക്, എത്ര പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നേ. അവരങ്ങനെ ഇവരിങ്ങനെ. നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ദൈവം തരുന്നൊരു വിവേചനത്തോടെയുള്ള ചില അഭിപ്രായങ്ങളുടെ കാര്യമല്ല നമ്മൾ പറയുന്ന, ഒരു മറ്റുള്ളവരെ കണ്ടം ചെയ്യുന്നില്ല. ആ വിധിക്കുക, ക്രീനോ എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്ക് പറഞ്ഞാൽ കണ്ടം, നമ്മൾ വിധി പ്രസ്താവിക്കുക, കണ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു താഴ്ത്തി ഒരു ശിക്ഷ വിധിക്കുന്നത് പോലെ. അതായത് ലുക്കിംഗ് ഡൗൺ അപ്പോൺ, ഇത് അവരെന്തോ കുറഞ്ഞവരാണ്, ഇവരത്ര എന്റെ അത്രയൊന്നും ആത്മീയതയില്ല. ഈ സഹോദരന്മാര് കർത്താവിന്റെ ഇളയ അനിയന്മാര്, 4 അനിയന്മാര്, അറ്റ്ലീസ്റ്റ് 2 അനിയത്തിമാരും ഉണ്ടായിരുന്ന മർക്കോസ് 6-3 നമ്മൾ കാണുന്നത്. ബ്രദേഴ്സിന്റെ 4 പേരും സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2 പേരെങ്കിലും ഉണ്ട്. അപ്പം 6 പേര്, 6 സഹോദരങ്ങള് അറ്റ്ലീസ്റ്റ് കർത്താവിനുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വളരെ ലൗകികരായിട്ടുള്ളായിരുന്നു. അവരാരും യേശുവിനെ വിശ്വസിച്ചവരായിരുന്നില്ല എന്നൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 7-4-5 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽ അവരെ ഒരിക്കലും വിധിക്കുകയോ എന്നാൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ എന്നാൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ നിലയിൽ ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയേണ്ടത് കർത്താവ് പറഞ്ഞു. എന്നാൽ അവരെ വിധിക്കുകയോ അവർക്കൊരു അവരുടെ മേലൊരു ഒരു ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ പപ്പയോട് പറഞ്ഞു കൊടുക്കാം നിങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞ് കർത്താവിന്റെ വൈരാഗ്യം തീർക്കുവോ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ളൊരു കർത്താവ്. ആ ഒരു ഞാൻ പറഞ്ഞു വെച്ചാൽ ദൈവം നമ്മളെ ഇപ്പം നമ്മള് ഓഫീസില്, സ്കൂളില് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മേലുള്ള ചില അധികാരങ്ങൾ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ബോസ്, കാര്യങ്ങൾ അവര് അനാത്മീയരായിരിക്കും. അവർക്ക് ദൈവത്തെ പോലും അറിയത്തില്ലായിരിക്കും. അവര് പല കാര്യങ്ങളും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് പറയുന്നത് വിയോജിപ്പ് കാണത്തില്ല. പക്ഷെ
എന്താ അവർ പറയുന്ന കാര്യങ്ങളോട് ഓഫ്കോഴ്സ് മനസാക്ഷിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോ വിഗ്രഹത്തെ വണങ്ങാൻ പറയുന്നതോ അല്ലെങ്കിൽ ദൈവവചന വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കള്ളം ചെയ്യാൻ പറയുന്നതൊക്കെ ഓഫ്കോഴ്സ് നമുക്കത് ഡിസഗ്രി ചെയ്യാം. നമുക്കത് അതിലും മേലായിട്ടുള്ള അധികാരമായിട്ടുള്ള കർത്താവിനെ നമ്മൾ അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അധികാരങ്ങൾ പറയുവാണെങ്കിൽ നമുക്കത് അവരോട് പറയുമോ. അതുപോലൊക്കെയുള്ള നമുക്ക് ആ ഒരു സബ്മിസീവ് സ്പിരിറ്റോട് കൂടി, ഒരു റെബല്യസ് സ്പിരിറ്റോട് കൂടിയല്ല, ഒരു സബ്മിസീവ് സ്പിരിറ്റോട് കൂടി ആ ഒരു കീഴടങ്ങുന്ന ആത്മാവോടുകൂടി തന്നെ അവരോട് വിയോജിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഒരു സബ്മിസീവ് സ്പിരിറ്റ് നമുക്ക് മേലെ ഉള്ള ആ ഒരു ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾ സഭയിലാവട്ടെ, വീട്ടിലെ അപ്പനമ്മമാർക്ക്, നിങ്ങളെ ചെറുപ്പക്കാർക്കൊക്കെ നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ നിങ്ങൾ ആരാ? ചെറുപ്പക്കാര്, നിങ്ങള് അപ്പനമ്മമാരാണ് നിങ്ങളുടെ അധികാരം. നിങ്ങൾ ഓഫ്കോഴ്സ് നിങ്ങളിപ്പം കല്യാണം കഴിച്ച് നിങ്ങളൊരു കുടുംബമായിട്ട് മാറുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾ അപ്പോഴും അപ്പനും അമ്മയും ബഹുമാനിക്കുകയും കരുതുകയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അപ്പനമ്മമാരുടെ അധീനതയിലല്ല. നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു അവിടെ കർത്താവിലുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആകാം. പക്ഷേ അല്ലാതെ ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങള് ചെറുപ്പക്കാരൊക്കെ അപ്പനമ്മമാർക്ക് വിധേയപ്പെട്ടിരിക്കുക. എന്നുവെച്ചാല് വലിയ മക്കളും കൊച്ചുമക്കളായതിനു ശേഷം അപ്പം പറയുന്ന ഡാഡിയെ വിഷമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇരിക്കരുത്. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മൾ ചില നമ്മൾ സ്വന്തമായിട്ട് ഫാമിലി ആയി സ്വന്തം കാലം നിൽക്കുന്ന അവസ്ഥയിലാവുമ്പോൾ നമ്മള് ഓഫ്കോഴ്സ് നമ്മൾ മുതിർന്നവരെ എസ്പെഷ്യലി മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കുകയും കരുതുകയും അവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും നമ്മള് കുടുംബത്തിന്റെ നാഥൻ എന്ന നിലയിൽ നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷന് കർത്താവിൽ ആശ്രയിച്ച ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വേണം ആ കാര്യങ്ങൾ ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ. പക്ഷെ നമ്മള് ചെറുപ്പക്കാരായിരിക്കുന്നവര് നിങ്ങളെന്താ അപ്പനമ്മമാര് മാമി പറയുക മൊബൈല് നീ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണ്ട, ഇപ്പൊ വന്ന അത് ഇത് ചെയ്യേ എന്ന് പറയുമ്പോൾ ഈ മമ്മിയുടെ ഒരു കാര്യം ഞാനൊന്നും മൊബൈൽ നോക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളപ്പോ മൊബൈൽ അവിടെ മാറ്റി വെച്ച് മമ്മി എന്താ പറയുന്നത്, ചിലപ്പോൾ പപ്പ പറയുന്ന അനുസരിക്കാൻ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ കർക്കശമായിട്ട്. പക്ഷെ മമ്മി പറയുന്നത് മമ്മിയല്ലേ, മമ്മിയെ ആരും മൈൻഡ് ചെയ്യുന്നു. ഈ മമ്മിയെ ഞങ്ങൾ എത്ര കാണാൻ തുടങ്ങിയത്. മമ്മിമാര് ചില വീട്ടിൽ ചിലർക്ക് തിരിച്ചായിരിക്കും, അത് വേറെ കാര്യമാണ്. അപ്പനമ്മമാരെ അവര് ശരിയാണ്, അവര് കാര്യങ്ങൾ പറയുന്നു. അപ്പം നമ്മളതൊന്ന് അനുസരിക്കുമ്പോൾ അവിടെ നമുക്കൊരു ജഡത്തിലൊരു കഷ്ടമുണ്ട്. പെട്ടെന്ന് കുഞ്ഞുണ്ട് ചെയ്തോണ്ട് അത് ഇങ്ങനെ എടുത്തോണ്ട് പോവാ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇത് അങ്ങനെ നമ്മളൊരു ഒരു ഒരു അനുസരണക്കയുടെ ഒരു റിബല്യൻ അത് അത് ശരിക്കും നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റിക്കളയുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് സിൻ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ഫസ്റ്റ് സിൻ ഇൻ ദ ഹ്യൂമൻ റേസ് വാസ് വൺ ആൻഡ് ദ സെയിം. വാട്ട് വാസ് ദാറ്റ്? ഈ പ്രപഞ്ചത്തിലേക്കും വെച്ചുള്ള ഏറ്റവും ആദ്യത്തെ പാപവും മനുഷ്യരാശിയിലെ ആദ്യത്തെ പാപം പഴം പറിച്ച് കഴിച്ചതാണോ? അല്ലേ. മനുഷ്യരാശിയിലെ ആദ്യത്തെ പാപം അതും മത്സരം, റിബല്യൻ, നോട്ട് സബ്മിറ്റിംഗ് ടു അതോറിറ്റി. അവിടെ ഹവ്വാമ്മച്ചിക്ക് ആദാമപ്പച്ചനെ നോക്കിയിട്ട് ഇങ്ങേർക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കാനല്ലേ എന്നെ വിളിച്ചേക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സർപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ബുദ്ധിയുള്ള ജ്ഞാനമൊക്കെ പ്രാപിക്കാം, ദൈവത്തെ പോലെ ആയിത്തീരാം, നന്നായിട്ട് നല്ല ചുവപ്പെന്ന് എനിക്ക് പറയാം, അവിടെ ചുവപ്പെന്ന് പറഞ്ഞിട്ടില്ല, അതുപോലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട്. അപ്പൊ അത് കഴിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്റെ തലയായിട്ടുള്ള ഭർത്താവ് അവിടെ അദ്ദേഹം നിപ്പുണ്ട്. അദ്ദേഹം പഴം വിഴുങ്ങുന്നതിന് മുമ്പേ പഴം വിഴുങ്ങിയായിട്ട് നിൽക്കുകയാണ്. അതാണ് ആദാമിന് പറ്റിയ അമളി. പഴം എടുത്ത് വിഴുങ്ങുന്നതിന് മുമ്പേ പഴം വിഴുങ്ങി ആയിപ്പോയി ആദാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഹവ്വാമ്മച്ചി എന്ത് ചെയ്തു? ഈ തനിക്ക് മേലെ വെച്ചിരിക്കുന്ന അധികാരത്തോട് കീഴടങ്ങാതെയോ കൺസൾട്ട് ചെയ്യാതെയോ പിശാചിന് കീഴടങ്ങി. അതായിരുന്നു മനുഷ്യരാശിയുടെ ആദ്യത്തെ പാപം. അത് തന്നെയായിരുന്നു ലൂസിഫർ. ഇത് ഇൻഫെക്ട് ചെയ്യാൻ വന്ന സർപ്പം സർപ്പത്തിന്റെ ആദ്യത്തെ അമളിയും അത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം സെൻട്രലിന്റെ ഒരു മെസ്സേജിന് NCCF കഴിഞ്ഞ ഞായറാഴ്ച വേറെ പ്രസംഗിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ബിൽഡിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ബിൽഡിംഗ് ചർച്ച് ആസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ബിൽഡിംഗ് ക്രൈസ്റ്റ് ചർച്ച് ആസ് എ ബോഡി, ബിൽഡിംഗ് ക്രൈസ്റ്റ് ചർച്ച് ആസ് എ ബോഡി എന്ന് പറയും. കഴിഞ്ഞ ഞായറാഴ്ച വേറെ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രദർ അതിനകത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു സബ്മിഷൻ ടു അതോറിറ്റിയുടെ കാര്യവും ഈ ഹവ്വാമ്മച്ചി ചെയ്ത കാര്യവും ഒക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷെ ഹവ്വ ആദാമിനോട്
ചോദിച്ചായിരുന്നെങ്കിൽ. അത് മാത്രമല്ല, രണ്ടാമത്തെ പാപം എന്തായിരുന്നു ഹ്യൂമൻ റേസിൽ? രണ്ടാമത്തെ പാപം എന്ന് പറഞ്ഞാൽ പഴമഴിഞ്ഞായ ഹസ്ബൻഡ്, അല്ലെങ്കിൽ പെൺകോന്തൻ, ഹെൻപെക്ട് എന്നൊക്കെ ആൾക്കാർ വിളിക്കും. ചിലെന്താ നോ എന്ന് പറയേണ്ടടുത്ത് അയ്യോ എന്റെ സുന്ദരിയായ ഈ ഭാര്യയെ ഞാൻ വിഷമിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്റെ മൈ ഡാർലിംഗ്, എന്റെ തേനെ പോലെ പൊന്നെ, ഇതെങ്ങനെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് അയ്യോ അവള് പറയുന്നതല്ലേ, അവള് പറയുന്ന അനുസരിച്ചേക്കാം, അവള് 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 പിശാചുമായിട്ട് ചിപ്സായിട്ട് നൽകിക്കൊണ്ടിരിക്കുക, നത്തിങ് ഡൂയിങ്, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടുകൊണ്ട് പോകേണ്ടതിന് ആദാം അവിടെ പഴം വിഴുങ്ങുന്നതിന് മുമ്പ് പഴം വിഴുങ്ങിയിട്ട് വായും പൊളിച്ചിരുന്നു. അതായിരുന്നു മനുഷ്യരാശിയിലെ രണ്ടാമത്തെ പാപം. അപ്പൊ പ്രസംഗത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വേറെ ഇതൊരു പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ദൈവം ഏറ്റവും പ്രധാന ദൂതനായിട്ട് ഇന്ന് നമ്മൾ സാത്താൻ എന്നറിയപ്പെടുന്ന ലൂസിഫർ എന്നറിയപ്പെടുന്ന ഒരാള്, ലൂസിഫറിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എന്താണെന്ന് ബൈബിളിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലൂസിഫർ എന്നുള്ള ഒരു ലാറ്റിൻ വാക്കാണ് മോർണിംഗ് സ്റ്റാർ എന്ന് നമ്മള് യെശയ്യാവ് 14-ലും എഹെസ്കേൽ 28-ലും അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മോർണിംഗ് സ്റ്റാർ എന്ന് ഉള്ളതിന്റെ ലാറ്റിൻ പദമാണ് എന്ത്, ലൂസിഫർ എന്നുള്ളത്. അപ്പൊ ആ ഒരു പേരിലാണ് അവൻ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലൂസിഫറിനെ നമുക്ക് മനസ്സിലാക്കാൻ, ലൂസിഫറിനെ ഏറ്റവും പ്രധാന ദൂതനായിട്ട് ദൈവം നിയമിക്കുമ്പോൾ സാക്രകൾ പറയുമായിരുന്നു, ബ്രദർ വിചാരിക്കുന്നത്, ഐ ബിലീവ് വേറെ പറയുന്നത് മാത്രമല്ല, അത് വേറെ അവര് അതായത് ആത്മീയ വിവേചനമുള്ള ഒരു സഹോദരൻ പറയുമ്പോൾ അത് ഒരു കാര്യമുള്ള കാര്യം എന്ന് വെച്ചാല്, ലൂസിഫർ മാത്രമായിരുന്നിരിക്കില്ല പ്രധാന ദൂതൻ. രണ്ട് പ്രധാന ദൂതന്മാരുണ്ടായിരിക്കും. മൈക്കലിന്റെ ആർക്കേഞ്ചലിനെ കുറിച്ച്, മിഖായലിനെ കുറിച്ച് നമ്മള് വചനത്തിൽ വായിക്കുന്നു, മൈക്കലിന്റെ ആർക്കേഞ്ചൽ. അപ്പം ഒരു പ്രധാന ദൂതൻ മൈക്കലായിരുന്നു, ഒരു പ്രധാന ദൂതൻ ലൂസിഫർ ആയിരുന്നു എന്നാണ് താൻ കരുതുന്നതെന്ന് അവർ പറയുന്നത്. എന്നുവെച്ചാല് ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം എപ്പോഴും ഡിസൈപ്പിൾസിനെ ശിഷ്യന്മാരെ എങ്ങനെ അയച്ചേ, രണ്ടായിട്ട് അയച്ചതായിട്ട് നമ്മൾ മത്തായി 10-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ പെർഫെക്റ്റ് ഹിതം അതാണ്. അപ്പം പാപമൊക്കെ വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ഹിതമായിട്ട് ശുശ്രൂഷകന്മാരായിട്ട് ഈ ദൂതന്മാരെ, ഒത്തിരി കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. അപ്പൊ അവരുടെ ഹെഡായിട്ട് രണ്ട് ദൂതന്മാരെയും, മൈക്കലിനെയും ലൂസിഫർ എന്നറിയപ്പെടുന്നവനെയും ആക്കി കാണും. അപ്പം ലൂസിഫറിനെ കുറച്ച് കഴിയുമ്പോൾ ഈ മൈക്കലുമായിട്ട് ഒത്തു ചേർന്ന് പോകാൻ പറ്റുന്നില്ല. പിന്നെ ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച് അങ്ങനെ അവന് പിശാചായി തീർന്നതിന്റെ ഒരു കാര്യം ഒരു മെസ്സേജിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു സബ്മിഷൻ ടു അതോറിറ്റി, അത് ദൈവജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ വേറെ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്ത് കാര്യങ്ങളാവട്ടെ, വേറെ പല പല കാര്യങ്ങളാവട്ടെ, അവിടെയൊക്കെ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് അവിടെ ഒരു സബ്മിഷൻ ടു അതോറിറ്റിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബ്രോക്കൺനെസ് വരുന്നതെന്നൊക്കെ സാക്ബേറൊക്കെ പണ്ടൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ അങ്ങനെ പറയുന്നതായിരിക്കും. നമ്മൾ പുറമെ ഇങ്ങനെ പറയത്തില്ലല്ലോ. പക്ഷെ കുറച്ച് നാള് പലതിലൂടെയൊക്കെ ദൈവം എന്നെ കടത്തിവിട്ടപ്പോ അത് തന്നെയാണ് ശരിക്കും നമ്മള് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത്. വേറെ പല കാര്യങ്ങളൊക്കെ, വേറെ പല കാര്യങ്ങളൊക്കെ നമ്മളെ മുറുക്കാം. പക്ഷെ നമ്മുടെ ഒരു സ്ട്രോങ് സെൽഫിന്റെ ശരിക്കും ഒരു നല്ലൊരു ഉടച്ചില് വരാന് ഒരു ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴടങ്ങുമ്പോൾ, നിങ്ങളിപ്പോ ചെറുപ്പക്കാരെ അപ്പനന്മാർക്ക് കീഴടങ്ങുമ്പോൾ, സകലുള്ള മുഖന്മാരായിട്ടുള്ള സൗകര്യങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലുള്ള ആ ഒരു സബ്മിസീവ് സ്പിരിറ്റ്, ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഗ്രേഷ്യസ് ആയിട്ട് ഫേമായിട്ട് സാർ ഇങ്ങനെ എന്ന് പറയാൻ നമുക്കൊന്ന് ഒരു മനസാക്ഷിക്കെതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ എങ്കിലും അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് റിബല്യനോട് കൂടിയല്ല, സ്പിരിറ്റ് ഓഫ് സബ്മിഷനോട് കൂടി, ആ ഒരു അനുസരണത്തിന്റെ ആത്മാവോടുകൂടി നമുക്ക് അനുസരിക്കാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു മനസാക്ഷിക്ക് വിപരീതമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വിപരീതമായിട്ട് പറയുന്ന കാര്യങ്ങൾ, അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് റിബല്യൻ എന്ന് പറയുന്നത് എന്താ? ഇന്ന് ഇപ്പൊ ഗവൺമെന്റിനെതിരെ, അധികാരങ്ങൾക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടി പിടിക്കുന്നത് ഭയങ്കര ഒരു ഫാഷനായിട്ട് തീർന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു തലമുറയിൽ നമ്മളവിടെ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ, അവിടെ യേശു ആ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ, പിതാവിന് കീഴടങ്ങി ആ ഒരു സ്വർഗത്തിന്റെ പരിമള വാസന ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ഭവനത്തില് ഒരു അപ്പൻ ദൈവത്തിന് കീഴടങ്ങുന്നു, അമ്മ ദൈവത്തിനും ഈ ഭർത്താവിനും അപ്പനും കീഴടങ്ങുമ്പോൾ അവിടെ സ്വർഗീയമായ ഒരു പരിമള വാസന കൊണ്ടുവരികയാണ്. അപ്പോ കുഞ്ഞുങ്ങള് എങ്ങനെയാ മത്സരം പഠിക്കുന്നത്, റിബല്യൻ പഠിക്കുന്നേ? പലപ്പോഴും അമ്മമാരിലൂടെ. അമ്മ അപ്പനോട് ഇങ്ങനെ സംസാരിക്കുന്നേ, അപ്പം പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെ സംസാരിക്കും. അപ്പം
അമ്മമാരുടെ ആ ഒരു ഭർത്താക്കന്മാരെ അനുസരിക്കാതെ ഭർത്താക്കന്മാരെ വെല്ലുവിളിക്കുകയും കളിയാക്കുകയും അങ്ങനെയൊക്കെ അവരുടെ കുറ്റം പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നാഗിങ് ആയിട്ടുള്ള വൈഫിന് അങ്ങനെയുള്ള ഒരു കുടുംബത്തില് കുഞ്ഞുങ്ങളും അതേ ഇൻഫെക്ഷനോട് കൂടി ഇപ്പൊ എന്താ ചിക്കൻ ബോക്സ് ഒരാൾക്ക് വന്നു, കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ചിക്കൻ ബോക്സ്. ഒരാൾക്ക് പനി വന്നു, കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും പനി. ഒരാൾക്ക് റിബല്യൻ വന്നു, കുഞ്ഞുങ്ങൾക്കും എല്ലാം. ഈ റിബല്യൻ വരുന്നതിന് കാരണം എന്താ? ഈ അപ്പനും അമ്മയും തമ്മിലുള്ള വിടവിലൂടെ സാത്താൻ അങ്ങ് കയറി പിള്ളേരെ വന്ന് ആക്രമിച്ചിരിക്കുക, പിള്ളേരെ വന്ന് ഇൻഫെക്ട് ചെയ്തിരിക്കുക. അവരും അങ്ങനെ കയർത്ത് സംസാരിക്കുന്നു. അപ്പം അവർ വിതയ്ക്കുന്നത് അവരെ തന്നെ കൊയ്യുന്നു. പക്ഷെ നമ്മുടെ ആരെയും കുറ്റപ്പെടുത്താനോ കല്ലെറിയാനോ അല്ല. എന്താ നമ്മള് ദൈവഭാഗം മാനസാന്തരപ്പെടാൻ കർത്താവെ, അറിയായ്മയുടെ കാലങ്ങളിൽ കർത്താവെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ടായി, കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ. ഇനി ആ ഒരു സ്പിരിറ്റ് ഓഫ് റിബല്യൻ കർത്താവെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും, ഞങ്ങളുടെ സഹോദരിമാരുടെ ജീവിതത്തില്, നമ്മുടെ സഹോദരന്മാരാണെങ്കിലും അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് മേലെ ഒരു റിബല്യസ് സ്പിരിറ്റ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഫ്ലഷിൽ അതാ സ്വാഭാവികമായിട്ടുള്ള കാര്യം, നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. നമ്മൾ റോമർ 13 അധ്യായത്തിലേക്ക് പോകുമ്പോൾ എല്ലാ അധികാരങ്ങളും ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെന്നുള്ള ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. റോമർ 13 അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, ദൈവ ശുശ്രൂഷകന്മാർ, ദൈവ ശുശ്രൂഷക്കാർ, ദൈവ ശുശ്രൂഷക്കാർ. കണ്ടോ? റോമർ 13 അധ്യായത്തിന് 4-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമ്മൾ നോക്കിയാല് ഒരു വാക്ക് 3 തവണ വന്നിട്ടുണ്ട്, മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. ഇപ്പൊ നമ്മൾ തിരികെയോ ഏതാണ്ട് വലിയ അപ്പോസ്തലന്മാരെ കുറിച്ച് ഈ പറയുന്നതെന്ന്. പക്ഷെ അവിടെ പറയുന്ന ആരെ കുറിച്ചാന്ന് വെച്ചാൽ അധികാരങ്ങളെ കുറിച്ച്. അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദൈവം മേലെ വെച്ചിരിക്കുന്ന അധികാരങ്ങൾ, അത് സെക്യുലർ അതോറിറ്റീസ്. അതായത് സെക്യുലർ അതോറിറ്റീസ് പറഞ്ഞാൽ മതേതരമായിട്ടുള്ള റിലീജിയസ് അതോറിറ്റീസിന്റെ കാര്യമല്ല, സ്പിരിച്വൽ അതോറിറ്റീസിന്റെ കാര്യമല്ല. ഈവൻ പലപ്പോഴും ചില ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് സാൻബേറിനോട് ചിലർ എഴുതി ചോദിക്കും, വേറെ ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്ന സഭയില് അവിടുത്തെ മാസ്റ്റർമാരും അവരോട് ഒത്തിരി ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാ ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് ഇതെല്ലാം തിരുത്തട്ടെ. ബ്രദർ പറയാം, എന്താ പറയുന്നത്, നിങ്ങൾ അസ്ലോമസ് നിങ്ങൾ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ റിബല് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനല്ല നിൽക്കണ്ടേ. നിങ്ങൾക്ക് അവിടെ യോജിപ്പില്ല, അതിന് അതോറിറ്റിയോട് യോജിപ്പില്ലെങ്കിൽ അവരോട് ഒഫ്കോഴ്സ് നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിലും അവരെ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചർച്ച വിട്ട് വരാം. അല്ലാതെ അവിടെ ഇരുന്ന് ഒരു സ്പിരിറ്റ് ഓഫ് റിബല്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ദൈവവചനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാല് അതൊരു പിശാചിന്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് റിബല്യൻ ഇസ് ഓൾവേസ് ഓഫ് ദ ഡെവിൾ. ആ ഒരു ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് മേലെ ഭർത്താവ് അല്ലെങ്കിൽ അപ്പൻ, അമ്മ, നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൂടെ പറഞ്ഞതിൽ തന്നെ നമുക്ക് മുതിർന്നവരെ അവരെ അത്ര അധികാരം ഇല്ലെങ്കിൽ ആ ഒരു നമുക്ക് മേലെ ദൈവം നമുക്ക് മുമ്പിൽ പറക്കാനായിട്ട് അനുവദിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലുള്ള ദൈവം വെച്ച് ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ വേറെ ഓരോ ഇടങ്ങളിലും ഇപ്പൊ നമ്മളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടുത്തെ കൗൺസിലറോ മെമ്പറോ പിന്നെ MLA യോ MP യോ മന്ത്രിമാരോ അങ്ങനെയൊക്കെയുള്ള അവരാരും പൂർണ്ണനായിട്ടല്ല. പക്ഷെ അവരെന്താണെന്ന് പറയുന്നത്? ഡയാക്കോനോസ് ആണെന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ഡയാക്കോനോസ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാർ എന്നുള്ള വാക്ക്. അപ്പൊ ആ ഡയക്കനോസ് എന്നുള്ള ആ ഒരു വാക്കാണ്, ഡീക്കൺ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഡീക്കൺ എന്ന് പറഞ്ഞാൽ ഡയക്കനോസിന് വരുന്നത്. അപ്പൊ ആ ഡയക്കനോസ് എന്നുള്ള ആ വാക്കാണ് 13:4 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. 13:6 അവർ ദൈവ ശുശ്രൂഷകന്മാരും എന്നുള്ളത് മറ്റേടത്ത് മിനിസ്റ്റർ ഓഫ് ഗോഡ്, ഇംഗ്ലീഷിലെ സെർവന്റ് ഓഫ് ഗോഡ്. അപ്പൊ ഞാൻ ഗ്രീക്കിൽ അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വെച്ചപ്പോൾ ഗ്രീക്കില് ലെറ്റോർഗോസ്, ലിറ്റേർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലെറ്റോർഗോസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പബ്ലിക് സെർവന്റ് എന്നുള്ളൊരു അർത്ഥം, ഒരു പൊതു ആയിട്ടുള്ള ഒരു ശുശ്രൂഷകൻ എന്നുള്ളൊരു അർത്ഥത്തിലുള്ള ഒരു പദം. അത് അപ്പോസ്തലന്മാരൊക്കെ തങ്ങളെ കുറിച്ച് അതിനൊക്കെ പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിട്ട് ശരിയാണ് ദൈവം നമ്മുടെ മേലെ വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പ്രയാസമാണ്. പക്ഷെ അവിടെ യേശു കർത്താവ്, യോസേഫും മറിയയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താ നമ്മള് സാങ്ക്രതിലൊക്കെ ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കർത്താവ് കുട്ടിയും പോലും കളിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ക്രിക്കറ്റ് മിക്ക കളികൾക്കും എന്തെങ്കിലും ഒരു ബാറ്റും ബോളും കാണും. ക്രിക്കറ്റ് ആയാലും വേറെ ബേസ്ബോൾ ആണെങ്കിലും ഹോക്കി ആണെങ്കിലും ഒക്കെ കാണും. അപ്പം ബാറ്റ് ചെയ്യാനുള്ള ടേൺ എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം കർത്താവിന് ബാറ്റ് ചെയ്യാനുള്ള ടേൺ ആകുമ്പോഴത്തേക്കും അവിടെ മറിയം വിളിക്കുമ്പം ജീസസ് വന്ന് ആ ഒരു കുടത്തിലൊരു വെള്ളം നിറച്ചുകൊണ്ട് വാ മോനെ
ഞാൻ ഇപ്പം വരാം, ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞ്, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 55 മിനിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ കർത്താവ് 5 മിനിറ്റ് അല്ല, 1 മിനിറ്റും അല്ല. കർത്താവ് അപ്പം തന്നെ ബാറ്റ് ഡ്രോപ്പ് ചെയ്ത് യുനോ അവിടെ മമ്മിയെ അനുസരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓ മമ്മി പോയേ, ഇതെന്തോ ആണാണോ ഇവൻ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കൂട്ടുകാരന്മാരൊക്കെ കളിയാക്കി കാണാം. കർത്താവ് മൈൻഡ് ചെയ്ത്, കർത്താവ് സ്മൈൽ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞു. കർത്താവ് അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് കുട നിറച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് കുട കുറച്ചൊരു പാതി ഒന്ന് നിറച്ച് അങ്ങനെ ആയിരിക്കും കർത്താവ് കൊണ്ടുവന്നേ. അതായത് കുട ഏറ്റവും ബ്രിമ്മ് വട്ടവെള്ളം നിറഞ്ഞു കഴിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ അമ്മ പറയുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞ ചില ഓരോരോ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഇപ്പം ടീച്ചേഴ്സ് നിങ്ങളോട് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരാൻ പറയുന്നു, ചില കാര്യങ്ങൾ ഇന്നത് ചെയ്യണം, ഇത്ര ഹോംവർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒന്നും പറ്റത്തില്ല, ഈ ടീച്ചർ അങ്ങനെ ഇങ്ങനെ ആ ടീച്ചറിനൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ പിള്ളേർക്കുള്ള സ്റ്റുഡൻസിനുള്ളൊരു, ശരിയാണ് എല്ലാ ടീച്ചർമാരും ഒരേപോലെ എഫിഷ്യന്റോ പ്രഗത്ഭരോ പ്രാവീണ്യമുള്ളവരോ ആയിരിക്കത്തില്ല. പക്ഷെ എങ്കിൽ അത് നമ്മുടെ ടീച്ചർമാരാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തന്നെ ഇപ്പൊ തന്നെ ജോസിനൊക്കെ പറയുമ്പോൾ അവരുടെ ഏറ്റവും നല്ല ടീച്ചേഴ്സ് അവർക്കുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ അവരുടെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഇത് പറയുന്നത് ഞാൻ പറയും, ഓഫ്കോഴ്സ് അവരെ ചെന്ന് അങ്ങനെ നമ്മൾ തിരുത്തുന്ന രീതിയിൽ അവർക്കൊരു ഹർട്ടാവുന്ന രീതിയിൽ അങ്ങനൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. അവർക്കുള്ള വിളിച്ചിട്ട് അവർക്കുള്ള അവര് നമ്മളെക്കാട്ട് ഒത്തിരി അറിവും പരിചയമൊക്കെ ഉള്ളവർ, അവർക്ക് ആ ഒരു പിന്നെ ഒരു സ്പിരിറ്റ് എനിക്ക് കൂടുതൽ അറിയാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താ അതൊക്കെ ഒരു ഞാൻ ആണ്. എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല നമ്മൾ എന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനല്ല. അതായിരുന്നു കർത്താവിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അന്വർത്ഥമാണ് നമുക്കിപ്പോ മനസ്സിലായില്ല. ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും എല്ലാത്തിലും ദൈവത്തിൻ്റെതായ ഒരു ഹിതമുണ്ട്. ദൈവത്തിന്റെ അറിവോ അനുഭവോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഹിതത്തിന് നമ്മള് നിരന്തരമായിട്ട് അങ്ങ് കീഴടങ്ങിയിരിക്കുന്നു. അതാ താഴ്മ എന്ന് പറയുന്നത്. താഴ്മ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ വളരെ ഭവ്യമായിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒന്ന് വളരെ ശബ്ദമൊന്നും പുറത്ത് കേൾക്കാത്ത രീതിയിൽ എന്ന് പറയുന്നതാണ് താഴ്മ. എന്താണ് നമ്മളിങ്ങനെ വളരെ ഒന്ന് ശബ്ദമൊന്നും പുറത്ത് കേൾപ്പിക്കാതെ എന്താ വായിൽ കമ്പ്യൂട്ടർ നോക്കണം നാവുണ്ടോന്ന് അറിയാൻ പറയുന്നത്. അതാണ് താഴ്മ. എങ്കിലും അല്ല കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയ ശുദ്ധമാക്കിയപ്പോഴും കർത്താവിന്റെ താഴ്മയാണ് അവിടെ വെളിപ്പെട്ടത്. താഴ്മ എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ ഉള്ള ഒരു സീറോ ആയിട്ട്, ദൈവമുമ്പാകെ ഒരു പൂജ്യമായിട്ടുള്ള നമ്മളെ താഴ്ത്തുന്ന നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തിന് നമ്മളങ്ങ് മരിക്കുന്നു. കർത്താവെ ഐ ഡൈ ടു മൈസെൽഫ്. ഞാൻ ഈ ലോകത്തിന്റെ മാനം, ഈ ലോകത്തിലെ ആൾക്കാര് ഇവരെന്ത് പറയുന്നു ഇങ്ങനെ പലപ്പോഴും ഇപ്പൊ പറയുന്നൊരു ഫ്രേസ് ഉണ്ടല്ലോ, ഐ എം ഡെഡ് ആൻഡ് ഗോൺ, ഞാൻ മരിച്ചു മൺമറഞ്ഞിരിക്കുന്നു. അത് അത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ ജീവിതത്തിൽ അതുപോലെ ആ ഒരു സ്വയത്തിന്റെ മരണം എനിക്ക് അനുഭവിക്കണം. ശരിക്കും ഏറ്റവും വലിയൊരു വിടുതലായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഞാനിപ്പോ മരിച്ച് മൺമറഞ്ഞെന്നിരിക്കട്ടെ, എന്ന് പറഞ്ഞാല് മരിച്ച് അവിടെ യൂണിയൻ പെന്റിക്കോസ്റ്റൽ സെമിനാരിയിൽ കൊണ്ട് സെമിനാരിയിൽ കൊണ്ട് എന്നിരിക്കട്ടെ. പിന്നെ എല്ലാവരും വന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, സന്ദീപ് ഇത് ഇങ്ങനെ ആ സഹോദരൻ ഇങ്ങനെ. അപ്പൊ ഞാൻ നമ്മുടെ സഹോദരൻ, അതായത് ഇപ്പൊ ആരെങ്കിലും എന്നെ കുറിച്ച് ആ സഹോദരന് പോയി കിട്ടിയത് നന്നായി, ഇനി മീറ്റിംഗ് ഒക്കെ നേരത്തെ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാല് അവിടെ സ്വർഗത്തിൽ നിന്ന് ഞാനത് കേൾക്കുവാണെങ്കിൽ എനിക്കത് മാറ്റർ. കർത്താവിന്റെ വളരെ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം മരിച്ച് മൺമറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അതാ ഈ മരിച്ച് മൺമറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ സ്വന്തം ഇഷ്ടം, എന്ത് ഇഷ്ടം ചെയ്യുവാനല്ല. അങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവേ എന്റേതായിട്ടുള്ള ഒരു ഇഷ്ടം വേണ്ട, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമ്മളെ തന്നെ ആ ഓരോ സമയങ്ങളിലും നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉള്ള ആ ഒരു ജീവന്റെ ഒരു ഒഴുക്ക്, അതാ താഴ്മയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോൾ. ഈ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങ് കീഴടക്കി കൊടുക്കുന്നു. നമ്മളെ ഒരു സീറോ ആയിട്ട്. ഇപ്പം ഇപ്പോഴും ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കണം, എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിനായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഒരു കഷ്ടപ്പെട്ട് ഓരോ കാര്യത്തിനും ഇങ്ങനെ ദൈവത്തിന് ആലോചന ചോദിക്കുന്നേ. അങ്ങനെയല്ല, മറിച്ചൊരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ദൈവഭാഗ്യ ഒരു വട്ടപൂജ്യമായിട്ടൊരു ആറ്റിറ്റ്യൂഡ്. അവിടെ കർത്താവേ അവിടുന്ന് അങ്ങ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിന് ആനന്ദമേ, പിന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായിട്ട് ഞാൻ വരുന്നു. അവിടുത്തെ പ്രേമഹിതത്തെ എനിക്ക് കാട്ടണം. നീചപാപിയായിട്ടുള്ള എന്നോട് കർത്താവേ അവിടുന്ന് ചെയ്യണം. അതാ ഓരോ കാര്യത്തിലും എന്റേതായ പല ഇഷ്ടങ്ങളും കാര്യങ്ങളും പ്രയോറിറ്റീസ് മുൻഗണനകളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എന്റെ ഉള്ളതിന്റെ ആനന്ദമായിട്ട് കർത്താവേ
അവിടുന്ന് എന്താണ് അവിടുത്തെ ഒരു പ്രേമഹിതമായിട്ട് അവിടുത്തെ പരിപൂർണ സ്നേഹത്തിലുള്ള അവിടുത്തെ ഒരു ഇഷ്ടം അതെനിക്ക് കാണിച്ചു തരണം. ഞാനൊരു നീചപാപിയാണ്, പാപികളുടെ പ്രധാനിയാണ്, എന്നെ സ്നേഹിക്കാൻ അവിടത്തേക്ക് മനസ്സ് തോന്നിയല്ലോ, അങ്ങ് എന്റെ എല്ലാം എല്ലാമായിരിക്കട്ടെ. ആ അവിടുത്തെ ആ സ്നേഹം, അവിടുത്തെ ആ ഇഷ്ടം മതി. ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സ്നേഹവും ദൈവത്തിന്റെ ആ വലിയൊരു കർത്താവിന്റെ ആ വലിയ സ്നേഹം, ക്രൂസിലെ സ്നേഹമാണ് നമ്മളെ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് കീഴടങ്ങുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം എമി കാർമൈക്കിള് പറഞ്ഞൊരു ഉദ്ധരണി സ്ത്രീകള് കോട്ട് ചെയ്ത ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കാം. God called us to that which drew us first when the cross was the attraction and we wanted nothing else. എമി കാർമൈക്കൽ 1867 മുതൽ 1951 വരെ ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യനായിട്ടുള്ള ഒരു സഹോദരി, അയർലൻഡിൽ നിന്ന് വന്ന ഒരു ലേഡി. തമിഴ്നാട്ടിലെ ലോണാവൂര്, തിരുനെല്ലിക്ക് അടുത്ത ലോണാവൂരിലെ ആ സ്ഥലത്ത് അവര് ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ ദൈവമാർഗത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്ത് രക്ഷിച്ചെടുക്കുകയും അന്നത്തെ ദുരാചാരങ്ങളുടെയും ആചാര സമ്പ്രദായങ്ങളുടെയൊക്കെ നടുവിൽ നിന്ന് തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഒത്തിരി പേരെ രക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ദൈവമനുഷ്യനായിട്ട് അവർ സൗകര്യം പറഞ്ഞൊരു ആ ഒരു ഫ്രേസ് അത് സ്ത്രീകളെ എവിടുന്നോ അത് തപ്പിപ്പിടിച്ചെടുത്ത കോട്ട. പക്ഷെ എനിക്കത് വളരെ എന്റെ ഹൃദയത്തെ ഹഠാതാകർഷിച്ചു. പേടിക്കണ്ട, ഹഠാതാകർഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വളരെ എന്റെ ഹൃദയത്തെ ആകർഷിച്ചു എന്ന് പറയുന്നത് ഈ വലിയ മലയാള പണ്ഡിതന്മാരെ കുറച്ച് കട്ടിയുള്ള മലയാള പദങ്ങൾ ഇതൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഞെട്ടി ഉണരാൻ വേണ്ടി എന്ത് ഈ സവരം പറയുന്നത്. ഹഠാതാകർഷിക്കുക മീൻസ് അതുപോലെ എന്റെ ഹൃദയത്തെ ആകർഷിച്ചു. എന്താ അവിടെ പറഞ്ഞത്? ഗോഡ് ഹോൾഡ് us to that which drew us first. ആദ്യം എന്നെ ആകർഷിച്ച ആ ഒരു കാര്യം എന്താ? when the cross was the attraction. അവിടെ കുരിശായിരുന്നു, കർത്താവിന്റെ ക്രൂശായിരുന്നു എന്റെ ആകർഷണം. ആൻഡ് വി വാണ്ടഡ് നത്തിങ് എൽസ്. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, ക്രൂശ് മാത്രം മതിയായിരുന്നു. ആ ക്രൂശിലെ സ്നേഹത്തിന്റെ ഒരു അട്രാക്ഷൻ, ആ ഒരു ആകർഷണം, പിതാവ് അതല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ലെന്ന് എന്റെ തൊട്ട് താഴെ നമ്മൾ യോഹന്നാൻ 6:38 വായിച്ചു കൊടുക്കുന്ന 44 കർത്താവ് പറയുന്നത്, പിതാവ് എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ സ്കൂളിലൊക്കെ ഒരു ഹിന്ദു സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കുന്ന സമയത്തും യേശുവിന്റെ വചനങ്ങളും യേശുവിന്റെ പാട്ടുകളും ഒക്കെ എന്തോ ഒരു അട്രാക്ഷൻ, എന്തോ ഒരു ആകർഷണം, കർത്താവിലേക്ക് ഒരു ആകർഷണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ആകർഷിച്ച് 17 വയസ്സായപ്പോഴത്തേക്ക് +2 ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കർത്താവ് പിടികൂടി. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു ക്രോസ് വാസ് അട്രാക്ഷൻ. ആ ക്രൂസ് മാത്രമായിരുന്നു എന്റെ ആകർഷണം, എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. കർത്താവെ അതിലേക്ക് ഞങ്ങളെ ഹോൾഡ് us to that which drew us first. ഞങ്ങളെ ആദ്യം ആകർഷിച്ച് അതിലേക്ക് തന്നെ കർത്താവിന്റെ ആ ക്രൂസ് മാത്രം എന്റെ ആകർഷണമായിരുന്നു. അപ്പം ബാക്കിയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അതിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ആദ്യ സ്നേഹത്തിലേക്ക്. നമ്മള് എന്റെ സ്വന്തം ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്തോ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണമല്ലോ എന്ന് പറഞ്ഞൊരു ഞരങ്ങി മൂളിയുള്ള ഒരു കീഴടങ്ങലല്ല, ഒരു സബ്മിഷൻ അല്ല, മറിച്ച് കർത്താവേ അവിടുന്ന് പോയ ആ വഴി, എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാന് കർത്താവെ ആ കാൽവരി കുരിശില് കർത്താവെ അവിടുന്ന് ക്രൂസിൽ കാട്ടിയ അൻപിൻസിയിൽ തന്നെ ഇതിലും പകരണം നമ്മൾ പാടിയതുപോലെ ആ ഒരു എല്ലാം കർത്താവിന്റെ ആ ഒരു ക്രൂസും സ്നേഹവും കർത്താവ് മാത്രം മതി, എനിക്ക് കർത്താവ് മാത്രം മതി, അതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സ്നേഹമാണ്, ആ ഒരു ക്രൂസിലെ സ്നേഹം. നമ്മള് സാഗ്വേർ ഇതിനു മുമ്പ് പാടിക്കേട്ടിട്ടുള്ള ഒരു ഹിമ്മിന്റെ 4 വരികൾ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ ബൈബിളിന്റെ ലാസ്റ്റ് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഷോ മീ ദൈ ഫേസ് വൺ ട്രാൻസിയന്റ് ഗ്ലിം ഓഫ് ലവ്ലിനെസ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ കർത്താവെ അവിടുത്തെ മുഖത്തെ എന്നെ ഒന്ന് കാണിച്ചാട്ടെ, ആ മുഖ തേജസ്സിനെ, അതിന്റെ ഒരു ആ മനോഹാരിതയുടെ ഒരു മങ്ങിപ്പോകുന്ന ഒരു ചെറിയ കിരണം മതി എനിക്ക്, ആ ദിവ്യമായ മനോഹാരിതയുടെ. ആൻഡ് ഐ ഷൽ നെവർ തിങ്ക് ഓഫ് അതർ ലവ് സേവ് ദൈൻ. അവിടുത്തേതല്ലാതെ വേറെ ഒരു സ്നേഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുകയില്ല. ഐ ഹാവ് സീൻ ദ വിഷൻ. ഞാൻ ആ ദർശനം കണ്ടിരിക്കുന്നു. ആൻഡ് ഫോർ സെൽഫ് ഐ കനോട്ട് ലിവ്. എനിക്കായിട്ട്, എന്റെ സ്വയത്തിനായിട്ട്, എന്റെ സ്വന്തം ജീവനായിട്ട് എനിക്കിനി ജീവിക്കാൻ സാധിക്കത്തില്ല. ലൈഫ് ഇസ് ലെസ് ദാൻ നത്തിങ് ടിൽ മൈ ഓൾ ഐ ഗിവ്. എല്ലാം ഞാൻ കർത്താവിന് കൊടുക്കുന്നുണ്ടെന്ന നിലയിൽ കർത്താവെ എന്റെ ജീവിതം ഒന്നും അല്ലല്ലോ, എല്ലാം ഞാൻ അങ്ങേക്കായിട്ട് തരുന്നു.
ആ ഒരു കർത്താവിന്റെ സ്നേഹം, നമ്മള് യേശു ജീവിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതം, ആ കർത്താവിന്റെ ആ ക്രൂസിലെ സ്നേഹം, ആ സ്നേഹത്തെ കണ്ട് ആ ഒരു ആ, ആദ്യ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞ ഒരു പക്ഷേ നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ ആ, ദൈവം വെളിപ്പെടുത്തിയ ഒരു സ്നേഹമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിത പന്ഥാവില് നമ്മൾ ഏറ്റവും അധികമായിട്ട് ആ, ഏറ്റവും ആ, ഏറ്റവും ആ, ആഴത്തിലുള്ള ഒരു സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ഒരു അവസരം അതെപ്പോഴാണോ അതാണ് ആദ്യ സ്നേഹം. ആ ആദ്യ സ്നേഹം എന്ന് വെളിപാട് 2:4 പറയുമ്പോൾ പ്രോട്ടോസ് അഗപ്പാസ് പ്രോട്ടോസ് അഗപ്പേ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ വരുന്നത്. പ്രോട്ടോസ് എന്ന് പറഞ്ഞാല് പ്രോട്ടോൺ ന്യൂട്രോൺ എന്നൊക്കെ നമ്മൾ കേട്ടായിരിക്കും. പ്രോട്ടോടൈപ്പ്, പ്രോട്ടാസ് അല്ലെങ്കിൽ പ്രോട്ടോസ് എന്ന് പറഞ്ഞാല് ആദ്യം അല്ലെങ്കിൽ ബെസ്റ്റ്, പ്രിൻസിപ്പൽ, ഏറ്റവും മുഖ്യമായ. അതാ കർത്താവിന്റെ സ്നേഹം നമുക്ക് ഏറ്റവും അധികം വെളിപ്പെട്ട ആ ഒരു അത് എന്നാണോ അന്ന് ആ സ്നേഹം, ആ ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വീണുപോകുമ്പോഴാണ് നമ്മൾ സ്വന്തം ഇഷ്ടത്തിലേക്കും മത്സരത്തിലേക്കും ബാക്കി പല കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോകുന്നത്. എന്നാൽ കർത്താവിന്റെ ആ ഒരു ക്രൂസിലെ സ്നേഹം അത് കണ്ട് കർത്താവെ എനിക്കായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല, ആ സ്നേഹത്തിന് മുമ്പാകെ ഞാൻ എന്റെ ഇഷ്ടം സമ്പൂർണ്ണമായിട്ടും ഒരു ചെറിയ ചെറിയ കാര്യത്തിന് കർത്താവെ എന്റെ ജോലിയിലായിരിക്കും, എന്റെ പഠിത്തത്തിലായിരിക്കും, ഞാൻ എങ്ങനെ സമയം ചെലവഴിക്കുന്നു, ഞാൻ മൊബൈലിൽ എന്ത് കാണുന്നു, എത്ര സമയം കാണുന്നു, എങ്ങനെ ഞാൻ വീട്ടില് പെരുമാറുന്നു, എങ്ങനെ ഞാൻ സ്കൂളില് കോളേജില് എന്റെ ജോലി സ്ഥലത്ത് പെരുമാറുന്നു, എങ്ങനെ ഞാൻ ബന്ധുക്കളുടെ ഇടയിൽ, അവിശ്വാസികളായിട്ടുള്ള ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ കർത്താവെ അവിടത്തേക്ക് എന്താണോ പദ്ധതി ഉള്ളത്, അവിടത്തേക്ക് എന്താണോ പ്ലാൻ ഉള്ളത്, അതുപോലെ ഞാൻ അതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ കർത്താവെ എനിക്ക് മേലെ വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കർത്താവെ അവരോട് ഒരിക്കലും ഒരു മത്സരത്തിന് മനോഭാവം ഇല്ലാതെ എപ്പോഴും ഒരു കീഴടങ്ങുന്ന ഒരു മനോഭാവം. ആ യേശു പിതാവിന് കീഴടങ്ങിയതുപോലെ അപ്പനമ്മമാർക്ക് 30 വയസ്സ് വരെ അവിടുന്ന് കീഴടങ്ങിയതുപോലെ അവിടുന്ന് അവർ കീഴടങ്ങിയതുപോലെ കർത്താവെ എനിക്കും കീഴടങ്ങണം, എനിക്കും വിധേയപ്പെട്ടിരിക്കണം കർത്താവെ, എനിക്ക് നുറുങ്ങണം. അതാണ് ഏറ്റവും വലിയ പരിമള വാസന, അതാണ് ആനന്ദ തൈലത്താല് അഭിഷേകം ചെയ്യപ്പെടാനുള്ള വലിയൊരു സീക്രട്ട്. നമുക്ക് ആ ഒരു വഴി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോരോ രംഗങ്ങളിൽ കർത്താവ് നമ്മളെ അത് കാണിച്ചു തരട്ടെ. കർത്താവിന്റെ ആ ക്രൂസിലെ സ്നേഹത്തെ കണ്ട്, കർത്താവിന്റെ ആ സ്നേഹം നിറഞ്ഞ മുഖത്തെ കണ്ട് കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അടിയറവ് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോവാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 133 പാട്ട്, അത് നമുക്ക് പാടിപ്പഴകിയ ഒരു പാട്ടായിട്ടല്ല, ഇന്ന് കർത്താവിന്റെ മുമ്പാകെ യഥാർത്ഥത്തിൽ ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും എല്ലാം കർത്താവിന്റെ മുമ്പാകെ നമുക്ക് കൊണ്ടുവരാം. നമ്മളുടെ സമയം, നമ്മളുടെ മൊബൈലോ ലാപ്ടോപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങൾ, നമ്മളുടെ സംസാരം, നമ്മളുടെ ചിന്താജീവിതം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ ജോലിയോ പഠിത്തത്തിലോ ഒക്കെയുള്ള നമ്മളുടെ വിശ്വസ്തത, നമ്മളുടെ വചനധ്യാനത്തിലുള്ള നമ്മളുടെ വിശ്വസ്തത, കർത്താവിനോടുള്ള സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ, ഓരോ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ സ്വന്തം ഇഷ്ടം നടക്കുന്നത്, കാര്യങ്ങൾ കർത്താവ് നമ്മളെ കാണിച്ചു തരും. അവിടെ നമ്മെ തന്നെ താഴ്ത്തി, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇനി അവിടുത്തെ ഇഷ്ടം മാത്രമേ നടക്കാവുള്ളൂ കർത്താവേ, എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, എൻ്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എന്നെ ഹോയി. ഇമ്പോഴുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളോ ഒക്കെ അതൊന്നും അല്ല ചോദിക്കുന്നത് കർത്താവേ. ചിലപ്പോൾ നേരുനിരപ്പായിട്ടുള്ള വഴിയായിരിക്കും, ചിലപ്പോൾ നീണ്ട നടയായിരിക്കും, അതായത് ഒരു ലോങ് ലൈഫ്, നീണ്ട ഒരു ജീവിതം ചിലർക്ക് കാണും. എന്നാൽ ചിലർക്ക് കുറുതെന്ന് പറഞ്ഞാൽ ചെറിയ ഹ്രസ്വമായിട്ടുള്ള ചെറിയ ഒരു ഷോർട്ട് ലൈഫായിരിക്കും സ്തെഫാനോസിനുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചിലർക്ക് പാരം കരഞ്ഞോടുന്നതിലോ പാരിതിലും ഭാഗ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളോ ഈ ഭൂമിയിലും ഭാഗ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളോ എന്തായാലും കർത്താവേ അവിടുത്തെ ഇഷ്ടം മതി. അന്ധകാരം ഭീതികളായാലോ പ്രകാശങ്ങളായാലോ അവിടുന്ന് എന്താണോ കൽപ്പിക്കുന്നത് അതെനിക്ക് അനുഗ്രഹമാണ്. എന്തോ ഗുണമെന്നറിയാൻ എനിക്ക് ജ്ഞാനമൊന്നുമില്ല കർത്താവേ, എൻ്റെ ജ്ഞാനമൊന്നും പോരാ, അവിടുത്തെ ജ്ഞാനം മതി. അവിടുത്തെ തിരുനാമം നിമിത്തം അവിടുത്തെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചു. അഗ്നിമേഘ തൂണുകളെല്ലാം അടിയനെ ഇന്ന് നടത്തി അനുദിനം കൂടെ ഇരുന്ന് കടാക്ഷിക്കണം. മോശവത്സരം ശാസ്ത്രിയാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ്. നമുക്ക് ദൈവമുമ്പാകെ യേശു സമർപ്പിച്ചതുപോലെ കർത്താവേ, യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടത്തിന്, താൻ സ്വതവേ വന്നവനല്ല, താൻ അയക്കപ്പെട്ടവനാണ്.
ആ അയക്കപ്പെട്ടവൻ്റെ അയച്ച ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴടങ്ങുന്നു. അപ്പോൾ അതാണ് വലിയ ശക്തി. ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ബലം, നമ്മൾ ആ സ്വന്തം ഇഷ്ടം കീഴടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബലം നമ്മളെ നിറയ്ക്കുന്നതും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിൻ്റെ അമിതബലത്തിൽ കർത്താവിനെ നോക്കി സമർപ്പണത്തോടെ നമുക്ക് പാടാം. നിത്യം നടത്തിയിടണമേ എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ പോലെ എന്നെ നിത്യം നടത്തിയിടണമേ ഇമ്പമുള്ള ജീവിതവും ഏവേദനം മാനങ്ങളും നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ ഞോടുന്നതോ പാരിതീരം ഭാഗ്യങ്ങളോ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു ഗീതം പോലെ നിത്യം നടത്തിയിടണമേ അടിയാളിയും നടത്തി അന്തിനം കൂടിയിരുന്ന അപ്പനെ കടാക്ഷിക്കുകയും ഗീതം പോലെ നിത്യം നടത്തിയിടണമേ എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. അതെ കർത്താവേ, അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ നടത്തിയാൽ മതി. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവേ, പാപമില്ലാത്തവനായ അവിടത്തേക്ക്
അവിടുന്ന് ഇനി ഒരു കുറച്ച് സ്വന്തം ഇഷ്ടം ചെയ്താലും അതൊരു വലിയ കാര്യമാവത്തില്ല എന്ന് അവിടത്തേക്ക് ചിന്തിക്കാമായിരുന്നു. എന്നാ കർത്താവേ, എപ്പോഴും പരിപൂർണമായിട്ടും പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണമായിട്ടും തന്നെ ഒരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പുത്രന്റെ മാതൃക, അവിടാണല്ലോ കർത്താവേ സമൃദ്ധിയായ ജീവൻ, പിതാവിൻ്റെ അതേ ജീവൻ, പിതാവിൻ്റെ അതേ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവോടുകൂടി യേശുവിലേക്ക് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ ഒഴുക്കുമാറാക്കിയത്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയില് പിതാവിൻ്റെ ആ സ്വഭാവം അതിൻ്റെ സകല സമ്പൂർണതയോടും നിറഞ്ഞു കവിയുവാൻ അത് ഇടയാക്കിയല്ലോ. തന്നെ ഒഴിച്ച് ഈ ഭൂമിയിലൊരു മനുഷ്യനായിട്ട് വന്ന അവിടുത്തെ ആ ജീവിതത്തിലെ പിതാവിനെ സമ്പൂർണമായിട്ടും പ്രകാശിപ്പിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത ആ ക്രൂശിൻ്റെ മാർഗം, ആദാമും ഹവയും എവിടെ പരാജയപ്പെട്ടു, എവിടെ അവര് മത്സരിച്ച് അവര് ദൈവേഷ്ടത്തിനെതിരായിട്ട്, ദൈവം വെച്ച അധികാരത്തിന് എതിരായിട്ട് മത്സരിച്ച് പാപം കൊണ്ടുവന്നു, ലൂസിഫർ എങ്ങനെ മത്സരിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് പാപം കൊണ്ടുവന്നു എന്ന അതിന് നേർവിപരീതമായിട്ട് കർത്താവേ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ താഴ്ത്തി കൊടുത്ത് അങ്ങനെ രക്ഷ കൊണ്ടുവന്ന ഞങ്ങളുടെ അരുമനാഥനായ കർത്താവേ, അവിടുത്തെ ആ വഴിയെ പോകുവാൻ ഞങ്ങളെയും സഹായിക്കണം. അതെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പറച്ചിലുകളും പ്രസംഗവും സാക്ഷ്യങ്ങളും എല്ലാം കർത്താവേ അത് പൊള്ളയായ വാക്കുകളായി പോവാതെ ദൈവരാജ്യം വാക്കുകളിലെല്ലാം ശക്തിയിലാണ് എന്ന് കർത്താവേ വരും ദിവസങ്ങൾ കൊണ്ട് തെളിയിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവേ, നിറച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിനായിട്ട് സ്തുതിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്വത്തോടെ കർത്താവിനെ നമുക്ക് നോക്കാം, സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം. അത് ഞങ്ങളിൽ കായ്ക്കണം കർത്താവേ. വരുന്ന ആളുകളിൽ ഞങ്ങൾക്ക് ഒരു നിമിഷത്തെ കണിക പോലും ഞങ്ങളെ സന്തോഷം ചെയ്യാൻ ആഗ്രഹമില്ല കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ നിലവിളിക്കുന്നു. ഉറപ്പ് നിലവിളിയോടും ഈ ഭൂമിയിൽ കർത്താവേ നിലവിളിച്ച ആ പുത്രന്റെ മാതൃകയിൽ ഞങ്ങളും നിലവിളിക്കുന്നു കർത്താവേ. അവിടുത്തെ ഇഷ്ടം മാത്രം മതി. അവിടുത്തെ ഇഷ്ടം സമ്പൂർണമായിട്ടും പിതാവ് കർത്താവേ പുത്രനെ തകർക്കുവാൻ പ്രസാദമായതുപോലെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ ആ സ്വയജീവന്റെ തിരശ്ശീലയെ തകർക്കണമേ. അവിടുന്ന് സകല സമ്പൂർണതയോടെ സ്വന്തം ഭവനത്തിൽ എന്ന വണ്ണം സോ ദാറ്റ് യു ക്യാൻ ഫീൽ അറ്റ് ഹോം. കർത്താവെ സ്വന്തം ഭവനത്തിൽ എന്ന വണ്ണം അവിടത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വിഹരിക്കുവാൻ രാജാവായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ സ്വയജീവനെ തകർത്ത് അവിടുന്ന് അളവില്ലാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ ജീവനെ പകർന്ന് കർത്താവെ അവിടുത്തെ ഹിതം സമ്പൂർണ്ണമായിട്ടും അനുസരിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും എനിക്ക് ഞാൻ മതിയായവൻ എന്ന് പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. അവിടുന്ന് ഇഷ്ടപ്പെടുക ഞങ്ങളെ ശക്തീകരിക്കും എന്നുള്ള വലിയൊരു ഉറപ്പോടെ ധൈര്യത്തോടെ ഞങ്ങൾ പോകട്ടെ. കർത്താവെ ഞങ്ങളെ സഹായിച്ചാട്ടെ. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലാവട്ടെ, ഞങ്ങളുടെ സമയത്തിൻ്റെ കാര്യങ്ങളിലാവട്ടെ, പണം ഉപയോഗിക്കുന്ന കാര്യങ്ങളിലാവട്ടെ, പല കാര്യങ്ങളിലും ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം കർത്താവെ അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവെ അവിടുത്തെ ഇഷ്ടം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കർത്താവെ അവിടുത്തെ ആ തേജസ്സിനെ കണ്ട് കർത്താവെ ആ ക്രൂശിൻ്റെ ആകർഷണം, ക്രൂശ് മാത്രം എനിക്ക് എല്ലാമായിരുന്ന അപ്പോൾ ബാക്കിയൊന്നും എനിക്ക് വേണ്ടാതിരുന്നപ്പോൾ ക്രൂശ് മാത്രം എല്ലാമായിരുന്ന അതേ അതിസ്നേഹത്തിലേക്ക് ഞങ്ങളെ കർത്താവെ ഓരോരുത്തരും തിരിച്ചു കൊണ്ടുവന്നാട്ടെ. അവിടുത്തെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയാട്ടെ. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബജീവിതത്തിലും സഭയിലും വലിയ ദേശത്ത് വലിയ ഉണർവ് കൊണ്ടുവരാൻ പോകുന്ന നമുക്ക് സ്തുതിക്കുന്നു. നന്ദി യേശുവേ. ഹല്ലേലൂയ. പ്രാർത്ഥന ഇടതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.